ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി സ്കൂളിലേക്കോ ഓഫീസിലേക്കോ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള വളരെ എളുപ്പത്തിലും അടിപൊളി ടേസ്റ്റിലും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. പ്രോട്ടീൻ അടങ്ങിയ ഫൈബർ റിച്ച് ആയ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2 പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് പാൽ കൂടി ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, 1 ടേബിൾ സ്പൂൺ തക്കാളി, ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു 3 മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആദ്യം റെഡിയാക്കി വെച്ചിരുന്ന പാലും ഓട്സും മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന പാലും മുട്ടയും ഓട്സും നല്ലതുപോലെ യോജിക്കുന്നത് വരെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇതിൽ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്നതാണ്. വിവിധ തരത്തിലുള്ള ചീരയില, മുരിങ്ങയില, മഷ്റൂം ഇവയൊക്കെ ചേർക്കാവുന്നതാണ്. ഏത് ചേർത്താലും നന്നായിട്ട് ചോപ്പ് ചെയ്ത് ഗ്രേറ്റ് ചെയ്തോ വേണം ഇതിൽ ചേർക്കാനായിട്ട്. എല്ലാം നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓംലെറ്റ് ആക്കി എടുക്കാം. ഇനി ഒരു പാന് ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണയോ ബട്ടറോ ചേർക്കാവുന്നതാണ്. ഓയിൽ എല്ലായിടത്തും നല്ലതുപോലെ സ്പ്രെഡ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓംലെറ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈവനായിട്ട് ഇതുപോലെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുക. സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാം നല്ലതുപോലെ സ്പ്രെഡ് ആയതിനു ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഏകദേശം ഒരു 4 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. 4 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് ഓംലെറ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഓംലെറ്റ് പൊട്ടിപ്പോകാതെ എളുപ്പത്തിൽ കിട്ടാനായിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പ്ലേറ്റ് പാനിൻ്റെ മുകളിലേക്ക് കമിഴ്ത്തി കൊടുത്താൽ മതി. 2 മിനിറ്റിന് ശേഷം നമുക്ക് ഓട്സ് ഓംലെറ്റ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓട്സ് പൊടിച്ചും പൊടിക്കാതെയും ചേർത്ത് ഓട്സ് ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം. പ്രോട്ടീൻ അടങ്ങിയ ഫൈബർ റിച്ച് ആയ ഈ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചിന് കൊണ്ടുപോകാനായിട്ടോ ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.